വെളിയങ്കോട് പൂക്കൈതക്കടവിൽ പ്രവർത്തിച്ചിരുന്ന ചേരിക്കൽ ബാലന്റെ ചായക്കട കത്തിനശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് ബാലൻ വിവരം അറിയുന്നത്. തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചുവെങ്കിലും ഇവർ എത്തും മുമ്പ് പൂർണ്ണമായി കത്തിയമർന്നു. കടയ്ക്കുള്ളുണ്ടായിരുന്ന പാചകവാതക സിലിണ്ടറുകളിലേക്ക് തീ പിടിക്കാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ഓലയും ടാർപോളിൻ ഷീറ്റും കൊണ്ട് നിർമ്മിച്ച ചായക്കട പൂർണ്ണമായി കത്തിയമർന്നു. 25 വർഷമായി വെളിയങ്കോട് പൂക്കൈത്തൈ കടവിൽ ചായക്കച്ചവടം നടത്തിവരികയാണ് ബാലൻ. എന്നാൽ ഈയിടെയായി 3 തവണ ചായക്കട സാമൂഹ്യദ്രോഹികൾ അഗ്നിക്ക് ഇരയാക്കാനുള്ള ശ്രമം നടത്തി. ആകെയുള്ള ഉപജീവനമാർഗം തകർന്നതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുകയാണ് ബാലൻ. 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പൊന്നാനി പോലീസിൽ പരാതി നൽകി. 25 വർഷത്തോളമായി ഞാനിവിടെ കട നടത്തി കൊടുത്തിട്ട് ഞാനും കുട്ടികളും കാലത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കട തുറക്കാൻ വേണ്ടി വന്നിരുന്നതാണ്. ആ ടൈമിലാണ് ഇത് കത്തിക്കിടക്കുന്നത്, നന്നായിട്ട് തീ പടർന്ന് കത്തുന്നത് കണ്ടത്. ആ ടൈമിൽ ആൾക്കാരൊക്കെ കൂടി വെള്ളമൊക്കെ തെളിച്ച് അങ്ങനെ വന്നിട്ട് ഒരാളിങ്ങനെ ഓടിപ്പോണത് കണ്ട്. യാതൊരു മാർഗവുമില്ല. ഇത് ആൾക്കാർ കരുതി കൂട്ടി ചെയ്യുന്നൊരു സംഭവങ്ങളാണ് ഈ കാണുന്നത്. അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ടൊന്നും ചെയ്യണമല്ല.